വൈൽഡർ പെൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹം ബ്രെയിൻ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂറോ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രെയിൻ്റെ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഉപകരണം ഈ ബ്രെയിൻ്റെ ഒരു ഭാഗത്ത് അറിയാതെ ടച്ച് ചെയ്തു പോയി. ഉടനെ 40 വയസ്സുകാരിയായ ഈ രോഗി ഓ മേരി എന്ന് തൻ്റെ അമ്മ 1.5 വയസ്സിൽ തൊട്ടിൽ വെച്ച് പാടിയ താരാട്ട് പാട്ട് പാടിയത്രേ. ഡോക്ടർക്ക് അത്ഭുതമായി. ഈ സാധനം എടുത്തപ്പോൾ മിണ്ടുന്നില്ല. വീണ്ടും അതേ പൊസിഷനിൽ തൊട്ടപ്പോൾ ഈ സ്ത്രീ വീണ്ടും 1.5 വയസ്സിൽ അമ്മയുടെ അതേ പാട്ട് പാടി. ഇദ്ദേഹത്തിന് പിന്നെ ഒരു ഹോബിയായി ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ മുട്ടി നോക്കല. ഇദ്ദേഹം പറഞ്ഞു, ബ്രെയിനിൻ്റെ പ്രത്യേക ഭാഗത്ത് ഒരു കുട്ടിയുടെ ഓരോ ഘട്ടത്തിലെ അനുഭവങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു സത്യമാണ്. നമ്മൾ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഒന്നും മനസ്സിലാവാത്ത പോയത്തക്കാരന് മനസ്സിലാക്കരുത്. നമ്മൾ കുട്ടികളെ തൊട്ടിലിട്ടിട്ട് താരാട്ട് പാട്ട് പാടി ഉറക്കി, കുട്ടി സുന്ദരമായി ഉറങ്ങി. നമ്മൾ എന്തെങ്കിലും TV കാണാനിരുന്നു, അല്ലെങ്കിൽ എന്തോ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കുട്ടി കരച്ചിൽ ആരംഭിച്ചു. എന്താ നിങ്ങളുടെ മാനസികാവസ്ഥ? ഉടനെ പോയപാടെ ഒരു തട്ട. ഇപ്പോൾ എന്നെ ഉറക്കിയത് പിന്നെ എന്നാക്കുന്നത്. ചിലർ ഇംഗ്ലീഷിലാ നോൺസെൻസ് ന്യൂസെൻസ് എന്നൊക്കെ പറയാം. നിങ്ങൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയട്ടെ. തൊട്ട് മുമ്പ് വരെ പാടി തലോടി ഉറക്കിയ സ്നേഹസമ്പന്നയായ ഉമ്മ 5 മിനിറ്റ് കഴിഞ്ഞു കുട്ടി എഴുന്നേറ്റ് ഒന്നിക്കലും ഉറുമ്പ് കടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചിട്ടായിരിക്കും. ഒരിക്കലും ഈ കുട്ടി ഉമ്മ അങ്ങനെ ഫിലിം കണ്ട, അങ്ങനെ TV കണ്ട എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. പക്ഷെ നമ്മൾ പോയിട്ട് അറിയാതെ അടിക്കുന്നു. ഈ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊരു വീട്ടിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു, നമ്മളൊന്നും കൂടി ഷറയാടിയിരുന്നു. കുറച്ച് അതിൻ്റെ എന്തെങ്ങന്മാരെ പോകാത്തെന്ന് വെച്ചാൽ പിന്നെ ആ ഭാഗത്ത് പോകുമോ? ഈ മാനസികാവസ്ഥ നമ്മളെ കൊച്ചുകുട്ടിക്ക് ഉണ്ടാവുകയും നമ്മളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ആധുനിക കണ്ടെത്തല്. നമ്മൾ ചെയ്തു പോകുന്നില്ലേ? നമ്മുടെ തിരക്കും നമ്മുടെ അസ്വസ്ഥതയും നമ്മുടെ സംഗതികളും നമ്മൾ ചെയ്തു പോകുന്നില്ലേ? ചെറിയ കുട്ടികൾ പോലും. അപ്പൊ നമ്മൾ ഈ 2 വയസ്സ് വരെ അവനൊരു രാജകീയമായി വളർത്തണം എന്നാണ്, ഒരു രാജാവിനെ കാണുന്നത് പോലെ. അവനിങ്ങനെ തോഴിയായി അവൻ്റെ ഒരു കൂടെ നിന്നുകൊണ്ട് അവൻ ആസ്വദിപ്പിച്ച് ആനന്ദിപ്പിച്ച് വളർത്തണം. അവനെ വേദനിപ്പിച്ച് വെറുപ്പിച്ച് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തരുതെന്നാണ്. പിന്നീട് 5 വയസ്സാകുമ്പോഴേക്ക് അവൻ ഏകദേശ സ്വഭാവം പൂർത്തിയാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾക്ക് നല്ല സ്വഭാവം ഉണ്ടാക്കാനാണ് കുട്ടികൾ എവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? ദീനീ സ്വഭാവം ഉണ്ടാകാൻ എവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? അപ്പോഴേക്ക് കുട്ടി കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. ഫ്രോയിഡ് പറഞ്ഞു, എ ലിറ്റിൽ ഹ്യൂമൻ ബീയിങ് ഈസ് എ കംപ്ലീറ്റഡ് പേഴ്സൺ ഇൻ ദ 5th, 5ാമത്തെ വയസ്സിൽ നിന്ന് പൂർണ്ണ മനുഷ്യനായിരുന്ന ഈ കള്ളനെയും കൊള്ളക്കാരനെ എവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്? മദ്രസയിൽ. ആ ഉസ്താമാരെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കിയട്ടെ. എങ്ങനെയാണ് ആലോചിക്കൂ? ആരാ ഉത്തരവാദി? ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല സൽസ്വഭാവം എന്താ? അനുസരണ. ഇങ്ങനെയാണ് എല്ലാ രക്ഷിതാക്കളും പറയല്. അത് നമ്മളെ കാര്യമാണ്, സ്വാർത്ഥതയാണ്, അനുസരിച്ച് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം തീർന്ന്. ഇതല്ല, സത്യസന്ധതയാണ്. പക്ഷെ നിങ്ങൾ പറയുന്നു കുട്ടികൾ കളവ് പറയുന്നു. ആരാ കളവ് പറയാൻ ശീലിപ്പിച്ചത്? നമ്മളാണോ? ഉമ്മ കുട്ടീനെയും കൂടി ഒരു സ്ഥലത്ത് പോയി വരുമ്പം പറയാം, മോനെ ഉപ്പ ചോദിച്ചാൽ അവിടെ പോയി എന്ന് പറയരുതേ. അഡ്ജസ്റ്റ്മെന്റ്. എന്താ അർത്ഥം? കളവ് പറയണം. പിരിവ് ഗൾഫുകാരനല്ലേ, നാട്ടിൽ വന്ന പിരിവിന് വരും. ഉപ്പ ആരോ കലശനാൻ തോന്നും. ഉപ്പ ഇല്ലാന്ന് പറയൂ മോനെ, ഉപ്പ ഇല്ലാന്ന് പറഞ്ഞു എന്ന് പറയും കുട്ടി പോയിട്ട്. ഒന്നിക്കൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല നിലക്ക് പറഞ്ഞു വിടുക. കുട്ടികളെ കളവ് പറയാൻ നമ്മൾ ഏജന്റാക്കി മാറ്റുന്നു. ഈ കുട്ടികളെ മാറാത്ത അവസ്ഥ എന്താ? ഏറ്റവും കൂടുതൽ തിരിച്ച് പ്രതികരിക്കൽ ആരോടാ? നമ്മളോടാ. ഞാനൊക്കെ അനുഭവിച്ചതാ. 10 വർഷത്തോളം അധ്യാപകനായിരുന്നു ഒരു സ്കൂളിൽ. ഇപ്പം ഞാൻ ലീവിലാണ്. ഒരു കുട്ടി വന്നിട്ട് പറയാം, എന്താ മോനെ വരച്ച്? അത് നെഞ്ഞുവേദനയിട്ടാ, കല്യാണത്തിന് പോയതാ. കുട്ടി പറഞ്ഞ മുമ്പ് ഞാൻ വരില്ല, കല്യാണത്തിന് പോയ സാറ് പറയും, എന്തിനാടോ കല്യാണം എന്ന് പറയും? നെഞ്ഞുവേദന എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ എങ്ങനെ കുട്ടിക്ക് നെഞ്ഞുവേദന അറ്റക്കും വരാതിരിക്കുക? നെഞ്ചുവേദന കളവ് പറയിപ്പിക്കുക. ഒരു കുട്ടി പറഞ്ഞത് വല്യുപ്പം മരിച്ചിട്ടുണ്ട്, പിന്നെ അന്വേഷിച്ചപ്പോൾ 2 കൊല്ലം മുമ്പ് മരിച്ചതാ. മരിച്ചിട്ടുണ്ടല്ലോ, മരിക്കാത്ത കുട്ടികളും മരിപ്പിക്കല്ലോ. എങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ തിരിച്ച് പ്രയോഗിക്കുന്നത് നമ്മളോടാ, ശീലിപ്പിക്കുക നമ്മളാ. കുട്ടികളെ നമ്മൾ കക്കാൻ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാ. നടന്നു പോകുമ്പോണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊന്നും എല്ലാ വീട്ടിലും മാവ് ഉണ്ടാവില്ലല്ലോ. മാങ്ങ പൂത്ത സമയമുണ്ടല്ലോ. ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ മാവാണെങ്കിൽ നമ്മളെ പറമ്പിന്റെ മേലെ എങ്ങനെ മാങ്ങ തൂങ്ങിക്കല്ലേ. കഴുകി വൃത്തിയാക്കി മകന്റെ വായിൽ സുന്ദരമായി ഇട്ട് കൊടുത്തു. സാധനം എന്താ? കട്ടത. ഇങ്ങനെയൊക്കെ ആവാമെന്ന ഒരു സങ്കല്പത്തിലേക്ക് കുട്ടികൾ എത്തുന്നു. എന്താ മനസ്സിൽ? തിഹാർ ജയിലിൽ പഠനം നടത്തി 80% ആൾക്കാരും കുറ്റപ്പെടുത്തിയത് ഞങ്ങളെ കുറ്റവാളിയാ. അതിന്റെ കാരണം മാതാക്കളാണ്. മനസ്സിലാക്കണത് മാതാക്കളാണ്. കൊള്ള ചെയ്യുന്ന സമയത്ത് കൊല ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു രക്ഷിതാവ്, ഒരു കുറ്റവാളി
തൂക്കിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു എത്ര അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? പറഞ്ഞു എത്രേ, എൻ്റെ മാതാവിനെ കാണണം. അമ്മയെ കൊണ്ടുവന്നു, കോർക്കിച്ച് തുപ്പി മുഖത്ത് എന്നിട്ട് പറഞ്ഞു, ഇവളാണ് എൻ്റെ തോന്നിയവാസത്തിൻ്റെ കാരണക്കാരി. ഞാൻ അന്ന് കളവ് നടത്തുമ്പോൾ എൻ്റെ കൈ പിടിക്കുന്നതിന് പകരം എന്നെ പ്രോത്സാഹിപ്പിച്ചവൾ. നമ്മളെ മോള് സ്കൂളിൽ പോയിട്ട് വരുമ്പോണ്ടല്ലോ നല്ല ഫ്ലവർ കൊണ്ടുവന്ന് ഉമ്മ പിടിക്കുക, എൻ്റെ കൂട്ടുകാരി തന്നതാ, ഉമ്മ എടുത്ത് മിടിക്ക് വെച്ചു. നല്ല മോള്, നല്ല കൂട്ടുകാരിയുള്ള മോളാണല്ലേ, മോക്ക് സന്തോഷമായി. അതാണ് അംഗീകാരം. മോള് പിന്നെ കൊണ്ടുവരാൻ തുടങ്ങി ഓരോരോ സാധനങ്ങളും ഉമ്മക്ക് ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്തു. അവസാനം സമ്പന്ന കുടുംബത്തിൽപ്പെട്ട 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സ്കൂളിനടുത്ത ഫാൻസി കടയിൽ നിന്ന് കളവ് നടത്തുമ്പോൾ കൈയോടെ പിടികൂടി. അവൾ സമൂഹത്തിലെ കള്ളിയായി മാറി. ആരാ ഉത്തരവാദി? എൻ്റെ മകളും മകനും കൊണ്ടുവരുന്ന ഒരു സാധനം ഇതേത് രീതിയിൽ ലഭിച്ചു എന്നുള്ള ഒരു സൂക്ഷ്മത പോലും ഇല്ലാത്തവര്. സഹാബത്ത് എഴുന്നേറ്റ് പോവാണ്. സഹാബി രാവിലെ സുബഹി നിസ്കരിച്ച് ഒരു ദിക്റൊന്നും ചെല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ പോകുന്നത്? ഒന്നുമല്ല പ്രവാചകരെ, പട്ടിണിയാണ് എൻ്റെ കുട്ടികൾ. രാവിലെ പോയി നോക്കുമ്പോൾ അപ്പം അയൽവാസി വീട്ടിലെ ഈത്തപ്പഴം മരത്തുനിന്ന് വീണ് ഈത്തപ്പഴം കഴിക്കുന്ന കണ്ടോ ഹറാമ്. ഞാനന്ന് വിരലിട്ട് ഛർദ്ദിപ്പിച്ചു. ഞാൻ രാവിലെ പോയി ആ ഈത്തപ്പഴം എടുത്ത് ആ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കൾ വിശപ്പിൻ്റെ താലെങ്കിലും ഹറാമ് ഭക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉണ്ടോ ആ ഒരു ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ? നമ്മളെ കുട്ടികൾ വഴിമാറിപ്പോകുന്നു. ഓരോന്നോരോന്ന് എടുത്തു നോക്കുക, ആരാണ് ഉത്തരവാദി? നമുക്ക് വെറുപ്പുള്ള അവരോടെല്ലാം കുട്ടികൾക്കും എന്താ വെറുപ്പല്ലേ? ആരുണ്ടാക്കിയതാ? നമ്മള് കുട്ടികൾ മുന്നല്ല. ആ അമ്മാവനല്ലേ കള്ളൻ 5 ലക്ഷം മുക്കിയത്, ഓനൊന്നും ദുനിയാവിലെ ആഖിറത്തിൽ അനുഭവിക്കും. ഇത് കുട്ടി കെട്ടില്ലേ? അമ്മാവൻ കള്ളൻ 5 ലക്ഷം. കുട്ടിക്ക് അമ്മാവനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മാവന്റെ കൊച്ചു കുട്ടി വരുന്ന ഒരൊറ്റ ചവിട്ട് 5 ലക്ഷത്തിന്റെ ചവിട്ടായിരിക്കും മിക്കവാറും കൊടുക്കുക. എന്തിനാ അവർ തമ്മിൽ ചവിട്ടിക്കുന്നത്? നമ്മൾ ചിലപ്പം പ്രശ്നം തീർത്തിട്ടുണ്ടാവും 3 ലക്ഷത്തിന്. ഇതാർക്കും അറിയില്ല, കുട്ടിക്കറിയില്ല. കുട്ടീൻ്റെ പ്രശ്നം ഒരു കാലത്തും തീരൂല. നമ്മൾ അവരെ ചിലപ്പോൾ നമ്മുടെ കാപ്പട്ടി ഉണ്ടല്ലോ കുട്ടികളിങ്ങനെ അനുഭവിക്കുക. വീട്ടിലേക്ക് വിളിക്കുക, എന്തുണ്ട് സുഖം തന്നെയല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിക്കുന്നു. ഓ നിങ്ങൾ വരണം, ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കും, നിങ്ങൾ എന്തായാലും വരണം. ഫോൺ വെച്ചിട്ടുള്ള ഡയലോഗ് എന്തറിയാം? വരുന്നതിന് കുറേ സാധനങ്ങൾ തിന്ന് മുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ വെച്ചിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ഇത് രണ്ടും കുട്ടികൾക്ക് ആദ്യം വരണം എന്ന് പറയാം, പിന്നെ തിന്ന് മുടിക്കാന്ന് പറയാം. ഉച്ചക്ക് വന്നപ്പോൾ ഭയങ്കര സ്വീകരണം, പിന്നെയും കുട്ടിക്ക് കൺഫ്യൂഷനാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കുട്ടി ചോദിച്ചു അത്രേ, അച്ഛാ ഇയാളാണോ തിന്നു മുടിക്കുന്ന ആള്? കുട്ടിക്ക് എന്താ കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വാഭാവികമല്ലേ? കുട്ടികള് ഈ ആൾക്കാരെല്ലാം ഗസ്റ്റുകളൊക്കെ വന്ന കുട്ടിയൊക്കെ സ്വഭാവമുണ്ട്. ഉമ്മമ്മ ആ ട്രെയിൻ എടുക്ക്, ആ കാർ എടുക്ക്, ആ റിമോട്ട് കാർ എടുക്ക്. അവരുടെ മുമ്പിൽ ഒരു വലിയ ആളാവാനുള്ള തോന്നലുണ്ടല്ലോ. അപ്പൊ നമ്മളെന്താ മനസ്സിൽ പറഞ്ഞു കൊടുക്കാം, ചെവി പറഞ്ഞു കൊടുക്കാം, മോനെ ഇങ്ങോട്ട് വരൂ, ആ കാർ ഇപ്പൊ തന്നാലുണ്ടല്ലോ അവര് കട്ട് കൊണ്ടുപോകും. അപ്പൊ ഇപ്പൊ വന്നതാരാ? കള്ളന്മാര്. ഈ കുട്ടി അവരോട് എങ്ങനെയാ പെരുമാറുക? ആരോട് പോലെ പെരുമാറേണ്ടത്? കള്ളന്മാർ. എന്തൊരു സങ്കടമെന്നറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദപ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന മാനസികമായ മാറ്റം എന്താ? ഇതാരാ ഇതിന്റെ ഉത്തരവാദി? 5 വയസ്സാകുമ്പോൾ ആ കുട്ടി ഏകദേശം ബടക്കാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മദ്രസയിലേക്ക് വിടുക. ആ ഉസ്താദ് എന്താ ചെയ്യാം? ഉസ്താദ് ചോദിക്കുന്നതൊക്കെ കളവ്. നിസ്കരിച്ച കുട്ടികളെ സുബഹി ഉൾപ്പെടെ ഒക്കെ നിസ്കരിച്ചു. കളവ് പറഞ്ഞ് ശീലിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു വഴിയായിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി ആര്? നമ്മളാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. ഇനി ഈ ചുറ്റുപാട് എന്ന് പറഞ്ഞ സാധനം ഇതെവിടെ അവസാനിച്ചു? നിങ്ങൾ എത്ര കുട്ടിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പുലർത്തിയാലും 5 വയസ്സ് വരെ വളർത്താൻ പറ്റുള്ളൂ. പിന്നെ കുട്ടി സ്കൂളിൽ പോയി, ബോധമുള്ള സമയത്ത് സ്കൂളിലാണ്. പിന്നെ കുട്ടിയുടെ ക്ലാസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പിയർ പ്രഷറാണ്, കൂട്ടുകാരാണ്, ക്ലാസ്മേറ്റ്സാണ്. നിങ്ങളെ മക്കളുടെ ഏറ്റവും അടുത്ത 5 കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ അവരെയും കൊണ്ട് കുട്ടികൾ പോകും. ഒരു സ്ത്രീ വന്നു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ പ്രശ്നം പറയാൻ. പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞാൻ ചോദിച്ചു, കൂട്ടുകാരുടെ സഹായമാണെന്ന് തോന്നുന്നു, നിങ്ങൾ പഠിച്ചോ? സായിബായി വൈകിപ്പോയി. ഇപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ക്ലാസ് ഡിവിഷൻ മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ ഡിവിഷൻ മാറ്റിയിട്ട് കാര്യമില്ല, സ്കൂള് തന്നെ മാറ്റേണ്ടി വരും. ഗാങ്. നമ്മളെ മോനുണ്ടല്ലോ മുട്ടായി ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക കൂട്ടുകാർ, ഓരിങ്ങനെ വാങ്ങി തിന്നാ. എന്നിട്ടോ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്താ നീ വാങ്ങാത്തത്? എനിക്ക് പൈസ ഇല്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടാ, ഞങ്ങൾ ഉപ്പാൻ്റെ കേസിൽ നിന്ന് എടുക്കല്ലേ, നീ എടുത്തോക്ക്. അവനെടുത്തു, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിങ്ങനെ തുടരുക. നമ്മളെ കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിയണം. ഓനോട് ചോദിക്കണം, മറ്റുള്ളവരോട് അന്വേഷിക്കണം, അത് നല്ല കൂട്ടുകാരാണോ? വൈകിട്ടാണ് നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ, തിരുത്താൻ പോലും സാധിച്ചു കൊള്ളണമെന്നില്ല. ഇതാണ് അടുത്ത ചുറ്റുപാട്. അത് കഴിഞ്ഞാൽ ഇന്ന് ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ വീടും സ്കൂളും അല്ല, ലോകം മുഴുവനും നമ്മളെ കുട്ടീൻ്റെ ചുറ്റുപാടാ. കാരണം എന്താ? ആ സാധനം ഉണ്ടല്ലോ, TV യിലൂടെ ലോകം മുഴുവനും കുട്ടി കാണുന്നു. കുട്ടി കാണാത്ത എന്താ ഉള്ളത്?
ഫ്രോയിഡ് പറയുന്നത് ഒരു കുട്ടിയുടെ മനസ്സിനെ മൂന്നായി തരം ചെയ്ത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് വിശാലമായ ഭാഗത്ത് കുട്ടിക്കാലത്തും ബാല്യകാലത്തും ഒക്കെ കുട്ടി കാണുന്ന സർവ്വവിധ തിന്മകളും ശേഖരിക്കുന്നു. ആ ഇഡ് കുട്ടിയോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. 20,000 മണിക്കൂർ TV കാണുന്ന ഒരു കുട്ടി 15,000-ഓളം കൊലപാതകങ്ങൾ കാണുന്ന. എങ്ങനെ കൊല്ലണമെന്ന വിഷയത്തിൽ സ്റ്റൈലിന്റെ വിഷയത്തിലെ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലേ, ഇപ്പൊ കൊലപാതകങ്ങൾ ആവർത്തിച്ചു വരുന്നു കുട്ടികൾക്കിടയിൽ. സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പരിഹസിച്ചപ്പോൾ പോയി 7 വെടിവെച്ച് കൊന്നു. ഇവിടുന്ന് കിട്ടിയതാ. ഇത്തരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മീഡിയ നമ്മളെ കുട്ടികളെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. ഡ്രസ്സ് എങ്ങനെ ധരിക്കണം, മുടി എങ്ങനെ ആക്കണം, എങ്ങനെ നടക്കണം, ഒക്കെ ആ രീതിയിലാണ്. കുട്ടികളല്ല, നമ്മളിലും മാറ്റം ഉണ്ടാകുന്നു, കുട്ടികളെയും അത് സ്വാധീനിക്കുന്നു. അപ്പൊ നമ്മളെ മീഡിയ നമ്മളെ കുട്ടികൾക്ക് നൽകുന്ന മാനസികാവസ്ഥ, ലൈംഗികതയെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ആവർത്തിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ചോദിക്കട്ടെ, സീരിയൽ കാണാത്ത ആൾക്കാർ കൈവക്കിയാട്ടെ. സീരിയൽ കാണാത്ത ആൾക്കാർ എന്തൊരു ദുരന്താന്നറിയോ? ഒരാളെ ഇപ്പൊ അവിടുന്ന് കൈവത്തിച്ചു, സീരിയൽ കാണാത്തവരെ. ഇതന്നെയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എന്താ സീരിയല്, എന്താ സിനിമയില്? ദിലീപും കാവ്യ മാധവനും കൂടിയിട്ട് പ്രേമിക്കാം. രണ്ടാളും 2 മതത്തിലാ. 2 പേരെയും അച്ഛനമ്മമാർക്ക് താല്പര്യമില്ല, എതിർപ്പാ. പക്ഷെ നമ്മൾ ആരെ ഭാഗത്തായിരിക്കും? നമ്മൾ ആരെ ഭാഗത്താ? ദിലീപിന്റെയും. നടക്കട്ടെ കല്യാണം, എന്തപ്പോ നടന്നാലും അവരാരാ എതിർക്കാൻ? ഇതാര് കാണുന്നുണ്ട് കൂടെ ഇരുന്നിട്ട്? മോള് കാണുന്നുണ്ട്. മോള് നാളത്തെ കാവ്യ മാധവ്യ, മോൻ നാളത്തെ ദിലീപ. അന്തനാ നമ്മക്ക് ബോധം വരെ പഠിച്ചവനെ മോൻ ദിലീപായോ? പോയില്ലേ? നമ്മൾ എന്താ മനസ്സിലാക്കി, എന്ത് വിവരക്കേടാ നമ്മൾ ചെയ്യുന്നത്? ഇനി നിങ്ങളെ കുട്ടികളെ സീരിയൽ കാണിക്കുന്നതിന്റെ അപകടം മനസ്സിലാവണം. ഈ ഇട്ടുന്ന സാധനം ഉണ്ടല്ലോ, കണ്ടത് പിന്നീട് ആവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു കുട്ടി കല്യാണം കഴിയാണ്, ഒരു ഇഷ്ട നടി കല്യാണം കഴിയുന്നു. ഭർത്താവ് തന്നെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണെ സമീപിച്ചതായിട്ടുള്ള വിവരം കിട്ടുന്നു. അവൾ ഭർത്താവിനോട് പ്രതികാരം ചെയ്തു. എങ്ങനെയെന്നറിയോ? തൻ്റെ ശരീരം മറ്റൊരു പുരുഷനെ സമർപ്പിച്ച് മധുരമായി പ്രതികാരം ചെയ്തു. ഇത് നമ്മളെ പെൺകുട്ടി കണ്ടപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓൾക്ക് ശരി, ഓൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇവളും ഭർത്താവും ഒന്ന് ജീവിക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, എടി നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഇന്ന പെണ്ണെ സമീപിച്ചിരിക്കുന്നു. ഇതറിയേണ്ട താമസം അവൾ പ്രക്ഷുബ്ധമാകുന്നതാണ്. ഇട്ട് അവളെ ഇളക്കുന്നു. നീയും അതിന് പ്രതികാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്ന് എൻ്റെ ഇഷ്ട നടി ചെയ്തതുപോലെ ഞാൻ ചെയ്യും. അവൾക്ക് മോഡലായി. അവൾ മറ്റൊരുത്തനെ സമീപിക്കലായി. അതിന് തടസ്സമുണ്ടാകുന്ന സാധനമാണ് ഈഗോ, അതോ പരിസരബോധം. ഒരു പരിസരബോധം അവളെ തടയൂല. പിന്നെ തടയേണ്ടത് സൂപ്പർ ഈഗോ, ധാർമ്മിക ബോധം. അതവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ മകള് മറ്റൊരുത്തനെ സമീപിച്ച് അത് ഭർത്താവ് അറിഞ്ഞു. നേരത്തെ ഭർത്താവിനെ കുറിച്ച് പ്രചരിപ്പിച്ച് കളവായിരുന്നു താനും. അങ്ങനെ ബന്ധം വിച്ഛേദിച്ച് കലഞ്ഞ കണ്ണുമായി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന മകളെ കാണുമ്പോൾ അന്ന് നിങ്ങൾ അനുഭവിക്കും ഇന്ന് നിങ്ങൾ കണ്ട സീരിയലിന്റെ അബദ്ധം. എന്താ മനസ്സിലാക്കിയത്? അത് മനസ്സിലാക്കിയിട്ട് കണ്ട് ആസ്വദിച്ചുകൊള്ളൂ നിങ്ങളുടെ സീരിയലുകൾ. ചിലർ പറയല് ഞങ്ങൾ അതൊന്നും കാണിക്കാറില്ല, കുട്ടികളെ രസകരമായ ചെറിയ പ്രോഗ്രാംസാണ് കാണിക്കാറ്. എന്ത് പ്രോഗ്രാംസാണ്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ TV കാണിക്കണ്ടെന്ന് ഞാൻ പറയില്ല, കുട്ടികൾ കാണിക്കേണ്ടി വരും. നമുക്ക് ശല്യ കുട്ടികൾ ഇപ്പൊ TV കണ്ടാട്ടെ, നമ്മളിവിടെ ഇരിക്കും. കുട്ടികൾ എന്താ തിരഞ്ഞെടുക്കുക നമുക്കറിയില്ല. ഏത് CD കാണുമെന്ന് അറിയില്ല, ഏത് CD കാണുമെന്നറിയില്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആഘാതം എന്താ? കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ ഫാമിലി പ്രോബ്ലം ഉണ്ടാകുന്നു. എന്തേ കാരണം? അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് തടസ്സം ഉണ്ടാകുന്നു. വിവരമുള്ള പെൺകുട്ടികളെ പോലും അവസ്ഥ എന്താ? സങ്കല്പം മാറി. ഈയിടെ PG ഒക്കെ പഠിച്ച് പാസ്സായ പെണ്ണ് കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവളോട് ചോദിച്ചു, എന്താ ഇതിന്റെ പ്രശ്നം? അത് കല്യാണം കഴിച്ച് 2 ആഴ്ചയായി, ഇന്ന് വരെ അയാൾ എന്നെ കയ്യിലെടുത്തിട്ട് താരാട്ട് പാട്ട് പാടിയില്ല എന്നാ. എന്ന് വെച്ചാല് ഇവള് സിനിമയിൽ അങ്ങനെയാണല്ലോ, എൻഗേജ് കഴിഞ്ഞാൽ പിന്നെ പാട്ട് സീനാണല്ലോ. 2 ആഴ്ചയായിട്ട് ഒരു പാട്ട് സീൻ ഉണ്ടായിട്ടാണ് ഇവളെ സങ്കല്പം. അതാ നമ്മളെ കുട്ടികൾ ഈ രീതിയിൽ സംഗതി കണ്ട് പുതിയ സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിവിധ പരീക്ഷണങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആരാ ഉത്തരവാദി? ഇത്തരം ഒരു മേഖലയിലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു മേഖല അവരെ വല്ലാതെ പിന്നെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു വക്കീൽ എന്നോട് പറയാണ്, സാഹിബ് എന്താ ചെയ്യാന്നറിയില്ല, എൻ്റെ മോൻ ഭയങ്കര ഇടിക്കുക പുറത്ത്, നല്ല വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, മോൻ ജെറ്റിക്സ് കാണാറുണ്ടോ? അതെ, മോൻ്റെ ഇഷ്ട വിനോദ ജെറ്റിക്സ്. എങ്കിലും പിന്നെ മോൻ എന്താ ചെയ്യാം? ജെറ്റിക്സിൽ കംപ്ലീറ്റ് ചാടി ഇട്ടിയ. ഈ ക്രിക്കറ്റിൽ ഹരം പിടിച്ച കുട്ടികൾ എപ്പോൾ എന്താ ചെയ്യാ? ഇങ്ങനെ ആക്കുന്നതാണ്. ജെറ്റിക്സിൽ ഹരം പിടിച്ച കുട്ടിക്ക് ഇടിക്കണം, കുട്ടിക്കറിയാം ചുമന്നിടിച്ചാൽ കൈവേദനിക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തിയതാ നിങ്ങളെ പുറം. ഇതാണ് സംഭവം. നമ്മൾ ഒരു കാർട്ടൂൺ കാണിക്കാറുണ്ട്. വേറൊന്നും കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മളെ കുട്ടിയുടെ ബുദ്ധി